ഹായ് സ്റ്റുഡൻസ്, ബിസിനസ് ലോയുടെ 4th ക്ലാസ്സാണിന്ന്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ കാര്യങ്ങൾ, അതായത് എന്താണ് ലോയിൻ്റെ നീഡ് എന്താണ്, അതുപോലെ CA സ്റ്റുഡൻസ് എന്തിനാണ് ലോ അറിഞ്ഞിരിക്കേണ്ടത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെ അത് കഴിഞ്ഞുള്ള നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സോഴ്സസ് ആണ് പഠിച്ചത്. അതായത് ലോസ് എല്ലാം എന്തിൽ നിന്നാണ് എടുക്കുന്നത്, പല പല സോഴ്സസിൽ നിന്നാണ് എന്തെടുക്കുന്നത്, ലോസ് എടുക്കുന്നത്. അതുപോലെ എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ലോയും ആക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. ലോ എന്ന് പറയുന്ന ഒരു ബ്രോഡർ ടേമാണ്, എന്നാൽ ആക്ട് എന്ന് പറയുന്ന ഒരു നാരോ ടേമാണ്. ഈ പറയുന്ന ലോയിൽ എന്തെല്ലാം ഇൻക്ലൂഡഡ് ആണ്? റൂൾസ്, റെഗുലേഷൻ, ആക്ട്, കേസ് ലോസ്, അങ്ങനെ എല്ലാ ഇതും അടങ്ങിയതാണ് ലോ എന്ന് പറയുന്നത്. ആക്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു സെർട്ടൈൻ ഏരിയ, അതായത് ഇപ്പം കമ്പനീനെ പറ്റിയുള്ള ഒരു ആക്ട്, അത് കമ്പനീസ് ആക്ട്. കോൺട്രാക്റ്റിനെ പറ്റിയുള്ളത് കോൺട്രാക്റ്റ് ആക്ട്. ഈ പറയുന്ന ഇൻസ്ട്രുമെൻ്റ്, അതായത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട്. അങ്ങനെ ഓരോ ഏരിയാസിനും ഓരോ ആക്റ്റായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ആർക്കും മാറിപ്പോരുത്. ലോ എന്ന് പറയുന്ന ആക്ട് എന്ന് പറയുന്നത് സെയിം അല്ല. ഈ പറയുന്ന ലോയിൽ വരുന്ന ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഒരു കമ്പോണൻ്റ് ആണ് എന്ത് ആക്ട് എന്ന് പറയുന്നത്. ലോ ഇൻക്ലൂഡ്സ് ആക്ട്. ഓക്കെ, സോ നമ്മൾ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നു. എന്താണ് CA സ്റ്റുഡൻസിന് അവരുടെ ലോ പഠിക്കേണ്ടതിൻ്റെ നീഡ് എന്താണ് ബേസിക് ആയിട്ട് ക്ലയൻസിന് ലീഗൽ അഡ്വൈസ് കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ടും അവയർനെസ് ഓഫ് ലോ എന്ന് പറയുന്നത് എസെൻഷ്യൽ ആണ്. രണ്ടാമത്തത് ഈ പറയുന്ന ലീഗൽ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് യൂണിഫോം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ദാറ്റ് വിൽ ഗവേൺ ദ കണ്ടക്ട് ഓഫ് പീപ്പിൾ ഇൻ്ററാക്ടിങ് വിത്ത് ഈച്ച് അതർ ഇൻ പേഴ്സണൽ ആസ് വെൽ ആസ് ബിസിനസ്. അതായത് ആരാണ്? ഗവൺമെൻറ് ആണിത് ഗവേൺ ചെയ്യുന്നത്. അതായത് ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ളതോ ബിസിനസ് റിലേഷൻസിനെ എന്ത് ചെയ്യുക, എന്താ പറയുക, ഗവേൺ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ വെൽഫെയറിന് വേണ്ടി പുതിയ പുതിയ റെഗുലേഷൻസ് കൊണ്ടുവരിക. അതൊക്കെയാണ് ഈ ലീഗൽ ഫ്രെയിം വർക്കിലൂടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് കോഡ് ഓഫ് ഹമ്മുറബി എന്താണ്, ആരാണ് കോഡ് ഓഫ് ഹമ്മുറബി കൊണ്ടുവന്നത്, അതുപോലെ ഏത് സമയത്താണ്, 1792 BC to 1758 BC, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ 12 ടേബിൾസ് എന്താണ്, അതായത് ബ്രോൺസ്, റോക്ക്, അതായത് മെറ്റലിൽ എൻഗ്രേവ് ചെയ്ത കുറേ ലോസിനെയാണ് നമ്മൾ 12 ടേബിൾസിൽ കാണിക്കുന്നത്. പിന്നെ വാട്ട് ഈസ് ലോ എന്ന് പറയുന്നത് എന്താണ്? ഇമ്പോസ് ബൈ ദ ഗവൺമെൻറ് ഫോർ സെക്യൂറിങ് വെൽഫെയർ ആൻഡ് ഈ പറയുന്ന ജസ്റ്റിസ് ടു സൊസൈറ്റി, പ്രൊവൈഡിങ് ജസ്റ്റിസ് ടു സൊസൈറ്റി. ഇന്ത്യാസ് ലീഗൽ ഫ്രെയിം അതായത് പല പല ഏരിയാസിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. കൾച്ചറൽ, ഈ പറയുന്ന സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക്, അങ്ങനെ പല ആസ്പെക്റ്റിലും ലോ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന 2 വേർഡ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, ഈ പറയുന്ന സെക്യൂറിങ് വെൽഫെയർ ആൻഡ് എന്താണ് പ്രൊവൈഡിങ് ജസ്റ്റിസ് ടു സൊസൈറ്റി, ഈ 2 കാര്യങ്ങളാണ് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ലോ ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്താണ്? സെക്യൂറിങ് വെൽഫെയർ ആൻഡ് പ്രൊവൈഡിങ് ജസ്റ്റിസ് ടു ദ സൊസൈറ്റി. പിന്നെന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി പറയുന്നുണ്ട്. വി ഹാവ് എ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഇസ് ബേസിസ് ആൻഡ് സോഴ്സ് ഫോർ ഓൾ ലോസ്. എല്ലാ നിയമങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ നോക്കും, നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട്. ഓക്കെ, പാർലമെൻ്റ് ആണ് അൾട്ടിമേറ്റ് ബോഡി, ലോ മേക്കിംഗ് ബോഡി എന്ന് പറയുന്നുണ്ട്. പിന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935, അതായത് നമ്മുടെ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന സമയത്ത് നിലവിലുണ്ടായിരുന്ന ഒരു ആക്റ്റാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന ആക്ട് പാസ്സാക്കിയത് ആരാണെന്നാണ് പറയുന്നത്? പാർലമെൻറ് ഓഫ് യുണൈറ്റഡ് കിങ്ഡം, അതായത് ബ്രിട്ടീഷുകാരുടെ പാർലമെൻ്റ് ആയിരുന്നു യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്നത്. അവർ പാസ്സാക്കിയ നിയമമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. എന്തിനു മുമ്പ് ഉണ്ടായിരുന്നതാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യക്ക് മുമ്പ് നിലവിലുണ്ടായിരുന്ന നിയമമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. പ്രീകേഴ്സർ, ഇതൊക്കെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ നിങ്ങൾക്ക് വേർഡ്സ് ചോദിക്കാം. വിച്ച് ലോ വാസ് ദ പ്രീകേഴ്സർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ എന്ത് എഴുതണം?
ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്ഡ് ബൈ പാർലമെൻറ്റ് ഓഫ് യുണൈറ്റഡ് കിങ്ഡം. ഇങ്ങനെ തന്നെ എഴുതണം. 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കാം. സോ പ്രീകേഴ്സർ ഇതൊക്കെ വേർഡ്സാണ്, ട്രിക്കി വേർഡ്സിലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. മേ ബി അത് സിമ്പിൾ, അതായത് ഒറ്റ ലൈനിൽ ആൻസർ എഴുതിയ 2 മാർക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. പക്ഷേ ആ ഒരു പ്രീകേഴ്സർ എന്ന് പറയുന്ന വേർഡിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഉടക്കും. ഐ മീൻ എന്താ പറയുക, ആ വേർഡിൻ്റെ മീനിങ് കിട്ടാതെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. സോ വായിക്കുമ്പോൾ എല്ലാ വേർഡ്സിൻ്റെയും അർത്ഥം മനസ്സിലാക്കി തന്നെ പോവുക. ലീഗൽ ടേംസ് ആയിരിക്കും കൂടുതലും പരീക്ഷയ്ക്ക് വരുന്നത്. ഓക്കെ, ഈ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗവൺമെൻറ് ഇങ്ങനെയുള്ളതാണ്. ഫെഡറൽ ആണ്. ഫെഡറൽ എന്ന് പറഞ്ഞാൽ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും എന്ത് നിയമം ഉണ്ടാക്കാനുള്ള അധികാരമുണ്ട്, അല്ലെങ്കിൽ പവറുണ്ട്. അത് പറയുന്നതാണ് ഫെഡറൽ സിസ്റ്റം എന്ന്. പിന്നീട് ഫെഡറൽ കോർട്ട് 1937 എസ്റ്റാബ്ലിഷ്ഡ് ആയതാണ് ഫെഡറൽ കോർട്ട്. സുപ്രീം കോർട്ടിന് പകരം ഉണ്ടായിരുന്നതാണ് ഫെഡറൽ. അതിന് 3 തരത്തിലുള്ള ജുറിസ്ഡിക്ഷനാണുള്ളത്. ഏതൊക്കെയാണ്? ഈ പറയുന്ന അപ്പലറ്റ്, ഒറിജിനൽ, അഡ്വൈസറി. ഈ പറയുന്ന 3 ജുറിസ്ഡിക്ഷനിലും 3 ഡ്യൂട്ടീസ് അല്ലെങ്കിൽ 3 പവേഴ്സാണ്, ഡ്യൂട്ടീസ് അല്ല സോറി, പവേഴ്സാണ് ഫെഡറൽ കോർട്ടിനുള്ളത്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പിന്നെ പറയുന്നത് എന്താണ്? and had the jurisdiction of appellate, original, advisory. The powers of appellate jurisdiction extended to civil and criminal cases, whereas the advisory jurisdiction was extended with the power to federal court to advise governor general. അതായത് appellate jurisdiction എന്ന് പറയുന്നത് എന്താണ്? ക്രിമിനൽ, സിവിൽ, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസിസിലുള്ള കേസസിനെയൊക്കെ അപ്പീൽ കൊടുക്കാൻ. ഇപ്പോൾ ഹൈക്കോർട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ ആ വിധിയിൽ, നിങ്ങൾക്ക് എതിരെയാണ് വിധി വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ആ വിധിയിൽ സാറ്റിസ്ഫൈഡ് അല്ല, നിങ്ങൾ തൃപ്തനല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്പീൽ കൊടുക്കാം. ആർക്കാണ്? ഇപ്പോൾ ഹൈക്കോർട്ടാണെങ്കിൽ എവിടെ കൊടുക്കാം? സുപ്രീം കോർട്ടിൽ കൊടുക്കാം. പിന്നെ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും വയലേഷൻ വന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് എവിടെ പോവാം? സുപ്രീം കോർട്ടിൽ പോവാം. ഇതൊക്കെ ഒരു ബേസിക് ഒരു സിറ്റിസൺ അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങളാണ്. സോ അതാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നത്, എന്ത് പേപ്പർ വായിക്കണം. പേപ്പർ വായിച്ച് നിങ്ങൾക്ക് ഒരു പരിധിവരെ എല്ലാ നിയമങ്ങളും മനസ്സിലാക്കാൻ പറ്റും. കാരണം കേസസ് ഉണ്ടാവും അതിൻ്റെ അകത്ത്. ഇന്ന ആൾ ഇന്നത് ചെയ്തു, ഇന്ന വിധി വന്നു, അല്ലെങ്കിൽ പുതിയ നിയമം വരുമ്പോഴും എന്താണ് പേപ്പറിലുണ്ടാവും. അതുപോലെ നമ്മുടെ ഈയിടെ മാറിയ ഒരു നിയമം ഏതാണ്? IPC, CRPC. അത് മാറി, അതൊരു കോഡായിരുന്നു. IPC കോഡും CRPC കോഡും അത് മാറി പുതിയ ആക്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അത് എഫക്റ്റീവായ ദിവസം എന്ന് പറയുന്നത് എന്നാണ്? ജൂലൈ 1 സോ അങ്ങനെ ഈ പറയുന്ന കുറേ നിയമങ്ങൾ മാറുന്നുണ്ട്, അമെൻമെൻറ്റ്സ് വരുന്നുണ്ട്. നമ്മൾ സിവിൽ ക്രിമിനൽ പറഞ്ഞപ്പോഴാണ് അത് പറഞ്ഞത്. പിന്നെ വരുന്ന പവർ അഡ്വൈസറി ജുറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെഡറൽ കോർട്ടിനൊരു പവറുണ്ട്. എന്താണ്? ഗവർണർ ജനറലിനെ അഡ്വൈസ് ചെയ്യാനുള്ള പവർ. ഗവർണർ ജനറൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റിൻ്റെ സ്ഥാനമാണ് ആ സമയത്ത് ആർക്കുണ്ടായിരുന്നത്? ഗവർണർ ജനറലിന് ഉണ്ടായിരുന്നത്. അയാളെ അഡ്വൈസ് ചെയ്യാനുള്ള എന്തുണ്ട്? പവറുണ്ട്. ഏത് കാര്യത്തിലാണ്? മാറ്റർ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ്റെ മാറ്ററിലാണ് അഡ്വൈസ് ചെയ്യാനുള്ള അധികാരമുള്ളത്. പിന്നീട് ഫെഡറൽ കോർട്ട് 12 വർഷം എന്താണ് ഉണ്ടായിരുന്നു. 151 കേസസ് കേട്ടു. ഇപ്പോൾ ഫെഡറൽ കോർട്ട് എന്ന് പറയുന്നത് എന്താണ്? സുപ്രീം കോർട്ടാണ്. ദ ഫെഡറൽ കോർട്ട് വാസ് സപ്ലാൻറ്റഡ് ബൈ ഇന്ത്യാസ് കറണ്ട് അപ്പെക്സ് കോർട്ട്. ജുറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സാമ്പിൾ പറയാം, പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ തൃശ്ശൂരുള്ളൊരു പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ ആലപ്പുഴ നടക്കുന്ന കേസിന് അവരുടെ ജുറിസ്ഡിക്ഷനിൽ വരുന്നതല്ല അത്. അവരുടെ ജുറിസ്ഡിക്ഷൻ എവിടെയാണ്? തൃശ്ശൂരാണ്. അവരുടെ പരിധി എവിടെയാണ്? തൃശ്ശൂരാണ്. അവിടെ അതുമായി ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കേസ് നടക്കുകയാണെങ്കിൽ കേസ് എടുക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ഈ പറയുന്ന തൃശ്ശൂർ പോലീസ് സ്റ്റേഷനുണ്ട്. മറിച്ച് വേറെ എവിടെയെങ്കിലും ആലപ്പുഴയിലോ, പിന്നെ വേറെ ഇതുണ്ട് കേട്ടോ. ഇപ്പോൾ തൃശ്ശൂരുള്ള ഒരാളാണ് ആലപ്പുഴയിൽ വന്ന് എന്നാൽ പോലും ആലപ്പുഴ പരിധിയിലാണ്. കാരണം സംഭവം നടക്കുന്ന എവിടെയാണ്? ആലപ്പുഴയിലാണ്. സോ അതിലേക്കൊന്നും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. ജുറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ പരിധി, എവിടെ വരെ ചെയ്യാൻ പറ്റും.
ഓക്കെ, പിന്നെന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ വന്നത് എപ്പോഴാണ്? 1950-ലാണ്. പിന്നെ 3 ലിസ്റ്റിനെ പറ്റി പഠിച്ചു. സെൻട്രൽ ലിസ്റ്റ്, യൂണിയൻ, സെൻട്രൽ എന്ന് പറഞ്ഞാൽ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കോൺകറൻറ്റ് ലിസ്റ്റ് ഓർ ജോയിൻറ്റ് ലിസ്റ്റ്. അതായത് യൂണിയൻ ലിസ്റ്റിൽ പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിന് ഉള്ള പവർ, ഏതൊക്കെ ലോസ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസിലാണ് ലോ ഉണ്ടാക്കാനുള്ള പവർ ഉള്ളതെന്നുള്ള കാര്യം ഏതിലാണ് പറയുന്നത്? യൂണിയൻ ലിസ്റ്റിൽ. സെക്കൻഡ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഏതൊക്കെ ഏരിയാസിലാണ് നിയമം ഉണ്ടാക്കാനുള്ള അധികാരം കിട്ടുന്നതെന്ന് സ്റ്റേറ്റ് ലിസ്റ്റിൽ പറയുന്നു. അതുപോലെ 2 പേർക്കും ഏതൊക്കെ ഏരിയാസിൽ നിയമം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ജോയിൻറ്റ് ലിസ്റ്റ് അഥവാ കോൺകറൻറ്റ് ലിസ്റ്റിൽ പറയുന്നുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ടത്, എക്സാമ്പിൾ ചിലപ്പോൾ ചോദിക്കാം, എന്താ പറയുക, അല്ലെങ്കിൽ എക്സാമ്പിൾ അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്, നിങ്ങൾക്ക് കോട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ എക്സ്ട്രാ മാർക്കാണ്. നിങ്ങൾ സെക്ഷൻ കോട്ട് ചെയ്യുക അറിയാവുന്നതാണെങ്കിൽ. ഓക്കെ, അത് നിർബന്ധമൊന്നുമല്ല, നിങ്ങൾ സെക്ഷൻ എഴുതണമെന്ന് ഒരു നിർബന്ധമില്ല. കോൺസെപ്റ്റ് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പക്ഷെ ഞാൻ പറയുന്നത് കുറച്ചുകൂടെ ഒരു അഡീഷണൽ ആയിട്ട് അവർക്ക് എവിടെ മാർക്ക് കളയാൻ പറ്റാത്ത രീതിയിൽ തന്നെ നിങ്ങൾ എഴുതണം. ഓക്കെ, നിങ്ങൾക്ക് സമയമുണ്ട്, ജാനുവരിയിലല്ലേ എക്സാം. സമയമുണ്ടെന്ന് ഞാൻ പറഞ്ഞത് പഠിക്കുന്നവർക്ക്, ഉഴപ്പിക്കളയുന്നവർക്ക് ഒട്ടും സമയമില്ല. ഓക്കെ, കാരണം അവസാനമാകുമ്പോൾ അവർ കടന്ന് പാടുപെടും. ഇപ്പം തന്നെ പ്രോപ്പറായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ളൊരു സമയമുണ്ട്. പ്രോപ്പർ നോട്ട് ഉണ്ടാക്കിയും പഠിച്ചും റിവൈസ് ചെയ്തും എല്ലാം ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട്. ഇന്ന് സ്റ്റാർട്ട് ചെയ്ത്, ഇന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓഗസ്റ്റ് ഒരു 10th മുമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് കേട്ടോ. സോ യാ, അപ്പം ഒരു എക്സാമ്പിൾ, അതായത് കോൺകറൻറ്റ് അല്ലെങ്കിൽ ജോയിൻറ്റ് ലിസ്റ്റിന് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ടാക്സ് ലോസ്. അതെന്താണ്, രണ്ട് പേർക്കും എന്ത് ചെയ്യാൻ പറ്റും? നിയമം ഉണ്ടാക്കാനുള്ള അധികാരമുണ്ട്. സോ അതിൻ്റെ അകത്ത് പറയുന്നത്, നിങ്ങൾ നോക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ 3 ലിസ്റ്റിൻ്റെ പേര് പഠിച്ചു വയ്ക്കുക. ഓക്കെ, രണ്ട് ഇൻകം ടാക്സ്, അതായത് സെൻട്രൽ ലിസ്റ്റിൽ വരുന്ന ഒരു എക്സാമ്പിളാണ് എന്ത്? ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. മറിച്ച് ലോ ഉണ്ടാക്കാതെ ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും പാസ്സാക്കാൻ പറ്റിയതാണ് ലേവി ഓഫ് സ്റ്റാമ്പ് ഡ്യൂട്ടി. ഓക്കെ, അതായത് ഈ പറയുന്ന ഇപ്പം വീട് വയ്ക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനങ്ങളൊക്കെ നമ്മൾ അസറ്റൊക്കെ വയ്ക്കുമ്പോൾ, ചില അസറ്റ്സൊക്കെ വയ്ക്കുമ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവണം. അപ്പോൾ അത് എന്ന് പറയുന്നത് ആരുടെ പരിധിയിൽ വരുന്ന? 2 പേരുടെ പരിധിയിലും വരുന്നതാണ്. സ്റ്റേറ്റും വരും, സെൻട്രലും വരും. അതായത് മഹാരാഷ്ട്രയിലുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി ആയിരിക്കില്ല കേരളത്തിലുള്ളതായിരിക്കില്ല വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലുള്ളത്. സോ അത് ഈ പറയുന്ന സെൻട്രലും സ്റ്റേറ്റും തമ്മിലൊക്കെ മാറി മറിഞ്ഞും വരും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ ഇന്ന് ഇപ്രാവശ്യം നമ്മൾ നോക്കുന്നത് പ്രോസസ് ഓഫ് മേക്കിംഗ് ലോ. ഒരു നിയമം എങ്ങനെയാണ് വരുന്നത്? നമ്മൾ സോഴ്സസ് കണ്ടു, എന്താണ് നിയമം എന്ന് കണ്ടു, നിയമത്തിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ നീഡ് എന്താണെന്ന് കണ്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു നിയമം എങ്ങനെയാണ് പാസ്സാകുന്നത്, അല്ലെങ്കിൽ ഒരു നിയമം നിലവിൽ വരുന്നതിൻ്റെ പുറകിൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഉള്ളത് എന്നുള്ളതാണ്. സോ നമുക്ക് ഫസ്റ്റ് PPT നോക്കാം, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരാം. കണ്ടോ, സോഴ്സ് ഓഫ് ലോ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ തന്നെ പോയിന്റ്സ് ആയിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്യാരക്ടറൊക്കെ ജസ്റ്റ് വായിച്ചാൽ മതി. ലോങ്ങസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇതെല്ലാം നമ്മൾ ടെക്സ്റ്റിലുണ്ട്, അത് മാർക്ക് ചെയ്ത് വയ്ക്കുക. പിന്നെ നമ്മൾ ഇന്നലെ നോക്കിയത്, ഇതിപ്പോൾ സുപ്രീം കോർട്ട്, അതിപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ് ഈ ചാർട്ടിൽ കൊടുത്തിരിക്കുന്നത്. സൈഡിൽ ഞാൻ റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് എന്താണ്? ഫെഡറൽ കോർട്ടിൻ്റെ ആണ്. അതായത് ഇപ്പോഴത്തെ സുപ്രീം കോർട്ടാണ്. പണ്ട് ഫെഡറൽ കോർട്ട് ഉണ്ടായത് 1937 കാര്യമാണ്. പ്രസിഡൻറ്റിനെയാണ് ആ സമയത്ത് ഗവർണർ ജനറൽ എന്ന് പറഞ്ഞിരുന്നത്. ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ വരുന്ന എന്താണ്?
സെറ്റിൽ ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് ആൻഡ് എമംഗ് സ്റ്റേറ്റ്സ്. അതായത് ഒരു സെൻട്രൽ ഗവൺമെൻറ്റും ഒരു സ്റ്റേറ്റും തമ്മിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യുന്നതിനും ആർക്ക് പവറുണ്ട്? സുപ്രീം കോർട്ടിന്. അല്ലെങ്കിൽ ആ കേസിൽ ഇടപെടാനുള്ള പവർ ആർക്കുണ്ട്? സുപ്രീം കോർട്ടിനുണ്ട്. രണ്ടാമത്തെ അപ്പലേറ്റ് നമ്മൾ പറഞ്ഞു, ലോവർ ഡിവിഷൻ അല്ലെങ്കിൽ ലോവർ കോർട്ടിൽ നിന്ന് അപ്പർ കോർട്ടിലേക്ക് നിങ്ങൾക്ക് അപ്പീൽ കൊടുക്കാൻ പറ്റും. ക്രിമിനൽ കേസിൽ, സിവിൽ കേസിൽ, കോൺസ്റ്റിറ്റ്യൂഷണൽ കേസസിൽ. മൂന്നാമത്തത് അഡ്വൈസറി. ആരെ അഡ്വൈസ് ചെയ്യുന്നതാണ്? ഈ പറയുന്ന പ്രസിഡന്റിനെ അഡ്വൈസ് ചെയ്യും. ഏതൊക്കെ കാര്യത്തിലാണ്? പബ്ലിക് മാറ്റേഴ്സിൽ അല്ലെങ്കിൽ പബ്ലിക് ഇമ്പോർട്ടൻസിലും നിയമങ്ങളിലും ഒക്കെ അഡ്വൈസ് ചെയ്യുന്നത് ആരാണ് അഡ്വൈസ് ചെയ്യുന്നത്? സുപ്രീം കോർട്ട്. ആരെയാണ് അഡ്വൈസ് ചെയ്യുന്നത്? പ്രസിഡന്റിന്. 1937 ഫെഡറൽ കോർട്ട് ഉണ്ടായിരുന്ന സമയത്ത് ആരെയാണ് അഡ്വൈസ് ചെയ്തത്? ഗവർണർ ജനറൽ. ഈ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ടോപ്പിക്, പ്രോസസ് ഓഫ് ലോ മേക്കിംഗ്. നിയമം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? സോ ജസ്റ്റ് ഞാൻ ആദ്യം ബ്രീഫായിട്ട് പറയാം. 2 ഹൗസസ് ഉണ്ട്. എന്താണ്? ലോക്സഭ, രാജ്യസഭ. അപ്പം അതിൻ്റെ അകത്ത് ആരുണ്ട്? പറയുന്ന ചെയർമാനും വരും, സ്പീക്കറും വരും. ഒരു ഹൗസിൽ ചെയർമാൻ, ഒരു ഹൗസിൽ. അപ്പോൾ ഈ ഒരു ബില്ല് ആക്ട് ആകുന്നതിന് മുമ്പ് നമ്മൾ അതിനെ വിളിക്കുന്നത് ബില്ലെന്നാണ്. ആ ബില്ല് ഇവരുടെ മുമ്പിലേക്ക് കൊണ്ടുവരും. ആദ്യം ഈ പറയുന്ന പാർലമെൻറ്റിലായിരിക്കും പോകുന്നത്. അവിടെ ഇൻട്രൊഡക്ഷനിൽ തന്നെ അവർ ഒപ്പോസ് ചെയ്യണം. പാർലമെൻ്റ് എന്ന് പറയുമ്പോൾ ഭരിക്കുന്ന പാർട്ടി മാത്രമല്ല, വേറെ ഒപ്പോസിഷൻ പാർട്ടീസും ഉണ്ടാവും. അപ്പോൾ ഒപ്പോസിഷൻ പാർട്ടീസ് ഒപ്പോസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ആരെങ്കിലും ഒപ്പോസ് ചെയ്യുകയാണ്, ഇൻട്രൊഡക്ഷനിൽ തന്നെ ഒപ്പോസ് ചെയ്യുകയാണെങ്കിൽ അവിടെ വോട്ടിംഗ് നടക്കും. പിന്നെ ആ പാർലമെൻറ്റ് അത് പാസ്സാക്കുകയാണെങ്കിൽ അത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് പോകും. അവരും അത് പാസ്സാക്കി കഴിഞ്ഞാൽ എന്തായി? ആക്റ്റായി. അല്ലെങ്കിൽ പാർലമെൻറ്റ് പാസ്സാക്കി കഴിഞ്ഞാൽ അത് ആക്റ്റായി. സോ നെക്സ്റ്റ് ഈ പറയുന്ന അസെൻറ്റ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ പ്രസിഡൻറ്റിൻ്റെ അടുത്തേക്ക് അയക്കും. 75 ദിവസത്തിനുള്ളിൽ അസെൻറ്റ് കിട്ടി അത് ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യണം. അതാണ് നിയമം. ഓക്കെ, നമുക്ക് പവർ കൊടുത്തൊക്കെ ആരാണ്? പാർലമെൻറ്റിന് ലോസ് ഉണ്ടാക്കാനുള്ള പവർ കൊടുത്തിരിക്കുന്ന ആരാണ്? കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതെല്ലാം ബേസിക്കാണ്, അതൊക്കെ ഓർത്ത് വയ്ക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ഈ ഒരു സൈക്കിള് ഓർത്ത് വയ്ക്കുക. എന്താണ്? ടോപ്പിക് ഫോർ ലോ. ഫോർ എക്സാമ്പിൾ എൻവയോൺമെൻറ്റൽ ലോസ് തന്നെ എടുക്കാം, കുറച്ച് സിമ്പിൾ ആയിക്കോട്ടെ. ടോപ്പിക് ഫോർ നിയമം, അതായത് പൊല്യൂഷൻ തടയുന്നതിന് വേണ്ടി ഒരു നിയമം ഉണ്ടാക്കണം. അപ്പോൾ എന്താണ്? പൊല്യൂഷൻ, അതാണ് ടോപ്പിക്. ഗവൺമെൻറ് ഫോംസ് റിസർച്ച് കമ്മിറ്റി ഉണ്ടാക്കുന്നു. അവരുടെ ഒരു 3 പേരെ നിയമിക്കുന്നു. ആരാണ് നിയമിക്കുന്നത്? ഗവൺമെൻറ്. റിസർച്ച് കമ്മിറ്റിയിൽ 3 മെമ്പേഴ്സ് ഉണ്ടാവും. അവർ ആ പറയുന്ന ഈ ടോപ്പ് പൊല്യൂഷൻ, അതായത് ഏതൊക്കെ ടൈപ്പ് പൊല്യൂഷൻ ഉണ്ട്, ഏതൊക്കെ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണ്, ഇനി ആ നിയമങ്ങൾ വന്നാൽ ഇതിന് എന്തൊക്കെ ബെറ്റർമെൻ്റ് ഉണ്ടാവും എന്നുള്ള എല്ലാ കാര്യത്തിലും എന്ത് ചെയ്യും? ഈ റിസർച്ച് കമ്മിറ്റി ഇൻറ്റൻസീവ് റിസർച്ച്, അതായത് അതിൻ്റെ മുക്കും മൂലയും അരിച്ച് പേർക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ അവർ റിസർച്ച് ചെയ്യും. എന്നിട്ട് അവർ ആർക്ക് റെക്കമെൻഡേഷൻ കൊടുക്കും? ഗവൺമെൻറ്റിന് റെക്കമെൻഡേഷൻ കൊടുക്കും. ഇവിടെ ഗവൺമെൻറ് എന്ന് പറയുന്നത് ആരെയാണ്? മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കമ്പനീസിൻ്റെ ഒക്കെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ഗവൺമെൻറ് എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണ്. അപ്പോൾ ഈ ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു കോമൺ വേർഡാണ്. ആ ഗവൺമെൻറ്റിൽ തന്നെ പല പല ഡിപ്പാർട്ട്മെൻറ്റ്സിലാണ് നമ്മൾ ഈ ആപ്ലിക്കേഷനും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നത്. ഈ പറയുന്ന ലോ മേക്കിങ്ങിൽ ആരാണ് വരുന്നത്? മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്. ഇപ്പോൾ ഫിനാൻസ് ആക്ട് ഒക്കെ ആരുടെ കീഴിലായിരിക്കും? മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ ഒക്കെ അതിലായിരിക്കും. കമ്പനീസ് ആക്ട് കൈകാര്യം ചെയ്യുന്നത് ഈ പറയുന്ന MCA ആയിരിക്കും. ഓക്കെ, സോ ഈ പറയുന്ന മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസിൽ റെക്കമെൻഡേഷൻ വരും. അവരത് എന്ത് ചെയ്യും? ഒരു ബില്ലാക്കും. ആ ബില്ല് ആർക്ക് കൊടുക്കും? പബ്ലിക്കിന് കൊടുക്കും. പബ്ലിക്കിന് കൊടുത്തിട്ട് അവരുടെ സജഷൻസ്, അവരുടെ ഒപ്പീനിയൻസ് എല്ലാം വാങ്ങിക്കും. അത് വാങ്ങിച്ചിട്ട് പിന്നെ അത് റീഡ്രാഫ്റ്റ് ചെയ്യും. എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ സജഷൻസോ എന്തെങ്കിലും ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് അവർ റീഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്ത് ആരുടെ മുമ്പിലേക്കാണ് വയ്ക്കുന്നത്? ബിൽ ഈസ് ഗിവൺ ടു പാർലമെൻറ്റ് വെൻ പാസ്ഡ് ബിക്കംസ് ആക്ട്. പാർലമെൻറ്റിൽ കൊടുക്കും. അത് പാസ്സാക്കിയാൽ അതെന്തായിട്ട് മാറും? ആക്റ്റായിട്ട് മാറും. പിന്നീട് 75 ദിവസത്തിനുള്ളിൽ പ്രസിഡൻറ്റിൻ്റെ അസെൻറ്റ് കിട്ടി എന്ത് ചെയ്യണം? അത് ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യണം. അതാണ്
നമ്മൾ ആക്ടിൻ്റെ അല്ലെങ്കിൽ ഒരു നിയമം പാസ്സാക്കുന്നതിനുള്ളൊരു പ്രോസസ്സ്. ജസ്റ്റ് നമുക്ക് ഫോർമൽ പ്രോസസ്സ് കൂടെ നോക്കാം. എനിക്ക് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടോ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ടോ ഇല്ല. പക്ഷേ ഞാൻ പറയുന്നത് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ പറയുന്ന കാണാതെ പഠിച്ച് പോയി എഴുതുന്നതിനേക്കാൾ ഈ പിക്ചറൊക്കെ കണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരും. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഈ പിക്ചർ തന്നെ നോക്കിക്കേ. ഒരു ടോപ്പിക് ഓഫ് ലോ, 3 പേര്, എന്താണ് മറ്റേ നമ്മൾ ഭൂതക്കണ്ണാടി വെച്ച് നോക്കത്തില്ല ആ സംഭവം, പിന്നെ റെക്കമെൻഡേഷൻസ് 6 ഓർത്താലും മതി. മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്, ആ പറയുന്ന മറ്റേ നമ്മുടെ കോടതിയുടെ ഫ്രണ്ടിലൊക്കെ വയ്ക്കുന്ന ആ സാധനം ഓർക്കുക. പിന്നെ പബ്ലിക്, ജനങ്ങളെ ഓർക്കുക. പിന്നെന്താ പാർലമെൻറ്റ്, പിന്നീട് പ്രസിഡൻറ്റിൻ്റെ അസെൻറ്റ് ഇട്ട് ഒഫീഷ്യൽ ഗസറ്റ്. പഠിക്കുമ്പോൾ എപ്പോഴും ഫസ്റ്റ് നമ്മൾ എത്ര പോയിൻറ്റ്സ് ഉണ്ടെന്ന് നോക്കുക. 1 2 3 4 5 6 7 8 പോയിൻറ്റ്സ് ആണ് ഉള്ളത്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് പോയിൻ്റ് എന്താ, ടോപ്പിക്ക് കണ്ടുപിടിക്കുക. പിന്നീട് ഗവൺമെൻറ് റിസർച്ച് കമ്മിറ്റിയെ ഫോം ചെയ്യും. ആ റിസർച്ച് കമ്മിറ്റി എന്ത് ചെയ്യും, ഇൻറ്റൻസീവ് റിസർച്ച് നടത്തും. ആ റിസർച്ചിൻ്റെ ഭാഗമായിട്ടുള്ള റെക്കമെൻഡേഷൻസ് ആർക്ക് കൊടുക്കും, മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസിന് കൊടുക്കും. അത് അവർ പബ്ലിക് ഒപ്പീനിയനും സജഷൻസിനും വേണ്ടി കൊടുക്കും. പിന്നീട് അത് പാർലമെൻറ്റിലേക്ക് കൊടുക്കും. അവരത് പാസ്സാക്കുകയാണെങ്കിൽ അത് ആക്റ്റായി മാറും. പിന്നീട് 75 ദിവസത്തിനുള്ളിൽ പ്രസിഡൻറ്റിൻ്റെ അസെൻറ്റ് കിട്ടി അത് ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യും. സിമ്പിൾ. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ഇനി ഫോർമൽ പ്രോസസ് ഓഫ് മേക്കിംഗ് എ ലോ. എങ്ങനെയാണ് ഒരു ഫോർമൽ പ്രോസസ്സ് എന്ന് പറയുന്നത്? ഫസ്റ്റ് റീഡിങ്, സെക്കൻഡ് റീഡിങ്, തേർഡ് റീഡിങ്. അതാണ് അതിൻ്റെ ആ പേര്, പറയുന്ന പേര് അങ്ങനെയാണ്, റീഡിങ് എന്നാണ് പറയുന്നത്, അതായത് വായിക്കുന്നത്. ഇൻ ഫസ്റ്റ് റീഡിങ് എ ബിൽ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ പാർലമെൻറ്റ്. ആദ്യം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പാർലമെൻറ്റിലാണ്. ദ ഇൻട്രൊഡക്ഷൻ ഈസ് ഒപ്പോസ്ഡ് ആൻഡ് കൺസിഡർ ഫോർ വോട്ടിംഗ് ഇൻ ഹൗസ്. ഞാൻ പറഞ്ഞു തുടക്കത്തിൽ തന്നെ അവരെന്ത് ചെയ്യണം, ഒപ്പോസ് ചെയ്യുകയാണെങ്കിൽ അത് വെച്ച് താമസിപ്പിക്കുന്നില്ല, ഉടനെ എന്ത് ചെയ്യും, വോട്ടിങ്ങിന് വേണ്ടി ഇടും. മെമ്പേഴ്സ് മേ ഒപ്പോസ് ബിൽ ഇഫ് ദർ ഈസ് എനി സഫീഷ്യൻറ്റ്. ഇപ്പോൾ ഒപ്പോസിഷൻ പാർട്ടിക്ക് തോന്നുവാണ് ഈ പൊല്യൂഷൻ്റെ ഇങ്ങനത്തെ ലോസൊക്കെ കൊണ്ടുവന്നാൽ പൊല്യൂഷൻ കൂടത്തേ ഉള്ളൂ, ആളുകൾക്ക് വലിയ വിലയൊന്നും ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും തിരുത്ത് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഈ ലോ ഇങ്ങനെ ആക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ സജഷൻ പറയും, അല്ലെങ്കിൽ പറയും ഇത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഗ്രൗണ്ടിൽ, സഫീഷ്യൻറ്റ് ഗ്രൗണ്ട് ആയിരിക്കണം, വെറുതെ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല, എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കണം, ഇതുകൊണ്ട് പറ്റില്ല എന്നുള്ളത് അവർ കാണിക്കണം. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു കോസ് ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഒപ്പോസ് ചെയ്യാം. രണ്ടാമത്തെ റീഡിങ്ങിലാണ് ആഫ്റ്റർ ഇൻട്രൊഡക്ഷൻ. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു, പിന്നീട് പ്രിസൈഡിങ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇത് കണ്ടിട്ടില്ല, പാർലമെൻറ്റ് ഹൗസ് ന്യൂസിലൊക്കെ നോക്കണം വരുമ്പോൾ അവിടെ ഒരു നടുക്കൊരാൾ ഇരിക്കുന്ന കാണാം. അപ്പോൾ അത് ലോക്സഭയിലാണെങ്കിൽ അയാളെ നമ്മൾ വിളിക്കുന്നത് എന്താണ്, സ്പീക്കർ. ഇവിടെ രാജ്യസഭയിലാണെങ്കിലോ നമ്മൾ എന്ത് വിളിക്കും, ചെയർമാൻ എന്ന് വിളിക്കും. മേ റെഫർ ബിൽ ടു സ്റ്റാൻഡിങ് കമ്മിറ്റി. അവർക്കൊരു ഈ പറയുന്ന ലോ മേക്കിങ്ങിൽ വരുന്ന ഒരു കമ്മിറ്റിയാണ് സ്റ്റാൻഡിങ് കമ്മിറ്റി. അവർക്കത് കൊടുക്കും. അവരത് എക്സാമിൻ ചെയ്ത് പിന്നെന്താണ് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കൊടുക്കും. ആർക്ക് കൊടുക്കും, തിരിച്ച് ഈ പറയുന്ന ചെയർമാൻ അല്ലെങ്കിൽ സ്പീക്കറിന് കൊടുക്കും. കമ്മിറ്റി ഫോർ എക്സാമിനേഷൻ ആൻഡ് ടേക്ക് സജഷൻസ് ഫ്രം ദാറ്റ് കമ്മിറ്റി. അതായത് അവരുടെ ഈ സ്റ്റാൻഡിങ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എക്സ്പേർട്സ് ഉള്ളൊരു കമ്മിറ്റി ആയിരിക്കും. ഓക്കെ, ഇതിനെപ്പറ്റിയൊക്കെ അറിയാവുന്ന മെമ്പേഴ്സ് ഉണ്ടാവും അതിൻ്റെ അകത്ത്. അപ്പം അവരുടെ ഈ ലോ എങ്ങനെയാണ്, എന്താണ് എന്നുള്ളതൊക്കെ അവർ പഠിച്ചിട്ട് ഇതിലെന്തെങ്കിലും ഇനിയും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ സജഷൻസ് കൊടുക്കും. അത് പിന്നെ റീഡ്രാഫ്റ്റ് ചെയ്യും, ഒന്നുകൂടെ ഡ്രാഫ്റ്റ് ചെയ്യും. ദ ഹൗസ് റീഡിങ് 3 എന്താ പറയുന്നത്, ദ ഹൗസ് വോട്ട്സ് ആൻഡ് റീഡ്രാഫ്റ്റഡ് ബിൽ. അത് പുതിയ മറ്റേ സജഷൻസ് ഒക്കെ ആഡ് ചെയ്ത് പുതിയ ബില്ലാക്കി റീഡ്രാഫ്റ്റ് ചെയ്തതായിരിക്കും പിന്നീട് വോട്ടിങ്ങിന് കൊണ്ടുവരുന്നത്. ഇഫ് പാസ്ഡ് ഇൻ വൺ ഹൗസ്, ഒരു ഹൗസിൽ പാസ്സായാൽ പിന്നീട് എന്ത് ചെയ്യും, ഇറ്റ് ഈസ് സെൻഡ് ടു സെക്കൻഡ് ഹൗസ്. പാർലമെൻറ്റിൽ പാസ്സായിട്ടുണ്ടെങ്കിൽ എവിടെ കൊടുക്കും, സ്റ്റേറ്റ് അസംബ്ലിക്ക് കൊടുക്കും. ഫസ്റ്റ് ഓഫ് ഓൾ പാർലമെൻറ്റിൽ പാസ്സാവണം, എന്നാൽ മാത്രമേ സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക് കൊടുക്കുകയുള്ളൂ. പാർലമെൻറ്റിൽ തന്നെ അത് പാസ്സായില്ലെന്നുണ്ടെങ്കിൽ അതവിടെ വെച്ച് സ്റ്റോപ്പായി. വേർ ഇറ്റ് ഗോസ് ത്രൂ സെക്കൻഡ് ആൻഡ് തേർഡ് റീഡിങ് അഗെയിൻ. 2ഉം 3ഉം റീഡിങ് അവിടെയും നടക്കും. അതായത് വോട്ടിംഗ് നടക്കും, പ്രിസൈഡിങ് ഓഫീസർ എന്ത് ചെയ്യും, ആദ്യം പ്രിസൈഡിങ് ഓഫീസർ സ്റ്റാൻഡിങ് കമ്മിറ്റി അവിടെ ചെയ്യും. അത് കഴിഞ്ഞ് പിന്നീട് വോട്ടിംഗ് ചെയ്യും. എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് റീഡ്രാഫ്റ്റ് ചെയ്ത് വോട്ട് ചെയ്യും. കണ്ടീഷൻസ് ഓഫ് ഡെഡ് ലോക്ക് എന്ന് അതിനെപ്പറ്റിയൊന്നും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വായിക്കാം. 1 house passed the bill and the other rejected. അതായത് ഒരാൾ പാസ്സാക്കി, പാർലമെൻറ്റ് പാസ്സാക്കി, പക്ഷേ സ്റ്റേറ്റ് അസംബ്ലി റിജക്റ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആർട്ടിക്കിൾ 108(1)A അതിലാണത് പറയുന്നത്.
വെൻ വൺ ഹൗസ് പാസസ്, അതായത് ഡെഡ് ലോക്ക് സംഭവിക്കുന്നത് എപ്പോഴാണ്, അതായത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്തൊരവസ്ഥ എപ്പോഴായിരിക്കും, നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ, ഒരാൾ പാസ്സാക്കി ഒരാൾ റിജക്റ്റ് ചെയ്യും, അപ്പോൾ എന്താണ്, ഡെഡ് ലോക്കായി. വെൻ വൺ ഹൗസ് പാസസ് ദ ബിൽ ആൻഡ് അതർ ഹൗസ് ഇസ് ഓൾസോ പാസ്ഡ് ബട്ട് വിത്ത് ആൻ അമെൻമെൻറ്റ് ആൻഡ് ദാറ്റ് അമെൻമെൻറ്റ് ഈസ് റിജക്റ്റഡ് ബൈ ദി ഫസ്റ്റ് ഹൗസ്. അതായത് ഇപ്പം ഫസ്റ്റ് ഹൗസ് പാസ്സാക്കി, സെക്കൻഡ് ഹൗസും പാസ്സാക്കി, പക്ഷെ സെക്കൻഡ് ഹൗസ് പാസ്സാക്കിയതിലൊരു തിരുത്തുണ്ടായിരുന്നു. ആ ഉണ്ടാക്കിയ തിരുത്ത് ആർക്ക് ഇഷ്ടപ്പെട്ടില്ല, ഫസ്റ്റ് ഹൗസിന് ഇഷ്ടപ്പെട്ടില്ല, അപ്പോഴും എന്താണ്, ഡെഡ് ലോക്കായി. ഓക്കെ. ആഫ്റ്റർ ബോത്ത് ഹൗസസ് ഓഫ് ദ പാർലമെൻറ്റ് പാസ് ദ ബിൽ, ഇറ്റ് ഈസ് പ്രസൻറ്റഡ് ടു ദ പ്രസിഡൻറ്റ് ഫോർ അസൻറ്റ് ഹു ഹാവ് ദ റൈറ്റ് ടു സീക്ക് info about the bill and also have the power to return the bill to the parliament or reconsideration. അതായത് ഇവർ രണ്ടുപേരും ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കിയെങ്കിൽ പിന്നീട് അത് ആർക്ക് കൈമാറും, പ്രസിഡന്റിന് കൈമാറും. പ്രസിഡന്റിന് എന്തിനുള്ള അധികാരം ഉണ്ടെന്നാണ് പറയുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് അയക്കുന്നത്, അസന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അയക്കുന്നത്. ഹു ഹാവ് ദ റൈറ്റ് ടു സീക്ക് ഇൻഫർമേഷൻ അബൌട്ട് ദ ബിൽ. ഇനിയിപ്പോൾ ഈ പറയുന്ന പ്രസിഡന്റിന് എന്തെങ്കിലും അറിയണം, ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം അവരോട്. ആരോട്, ഈ പറയുന്ന ബില്ല് പാസ്സാക്കിയവരോട്, പാർലമെൻറ്റിനോടും ലെജിസ്ലേറ്റീവ്സ്. പിന്നീട് ആൻഡ് ഓൾസോ ഹാവ് ദ പവർ ടു റിട്ടേൺ. ഇപ്പം പ്രസിഡൻറ്റ് തോന്നുവാണ് ഇത് പബ്ലിക് ഇൻട്രസ്റ്റിനെതിരാണ്, അല്ലെങ്കിൽ പ്രസിഡൻറ്റിന് എന്തെങ്കിലും ഒരു സഫീഷ്യൻറ്റ് ഗ്രൗണ്ടിൽ ഇത് ശരിയല്ല എന്ന് തോന്നുവാണെങ്കിൽ അത് റിട്ടേൺ ചെയ്യാനുള്ള പവർ കൂടെ ആർക്കുണ്ട്, പ്രസിഡൻറ്റിന് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, ഒന്നുകൂടെ പരിഗണിക്കണം, അത് എന്തെങ്കിലും തിരുത്ത് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇത് ശരി, ഈ ക്ലോസ് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് റീകൺസിഡർ ചെയ്യാനായിട്ട് ആർക്ക് പറയാം, പ്രസിഡൻറ്റിന് പറയാം. അപ്പം ഫോർമൽ പ്രോസസ്സ് എന്താണ്, ഫസ്റ്റ് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഇൻട്രൊഡക്ഷനിൽ തന്നെ പാർട്ടി ഒപ്പോസ് ചെയ്യുകയാണെങ്കിൽ വോട്ടിങ്ങിനിടും. അപ്പം ഒപ്പോസിറ്റ് പാർട്ടിക്ക് സഫീഷ്യൻറ്റ് ഗ്രൗണ്ടിൽ ഒപ്പോസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. രണ്ടാമത്തെ റീഡിംഗ് എന്ന് പറയുന്നത് പ്രസൈഡിങ് ഓഫീസർ, സ്പീക്കർ ഇൻ എന്താണ് ലോക്സഭ, രാജ്യസഭയിൽ ചെയർമാൻ, അവർ എന്ത് ചെയ്യും, സ്റ്റാൻഡിങ് കമ്മിറ്റിക്ക് കൊടുക്കും. സ്റ്റാൻഡിങ് കമ്മിറ്റി എക്സാമിൻ ചെയ്ത് അവരുടെ സജഷൻസ് കൊടുക്കും. മൂന്നാമത്തെ റീഡിങ്ങിൽ എന്താണ്, റീഡ്രാഫ്റ്റ് ചെയ്ത ബില്ല് ഒന്നുകൂടെ വോട്ടിങ്ങിന് ഇടും. അങ്ങനെ വോട്ടിങ്ങിന് ഇട്ടാൽ എന്ത് ചെയ്യും, അത് വോട്ടിങ്ങിട്ട് പാസ്സാകുകയാണെങ്കിൽ അത് ആർക്ക് കൈമാറും, സെക്കൻഡ് ഹൗസിലേക്ക് കൈമാറും. ഡെഡ് ലോക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു ഹൗസ് പാസ് ചെയ്തു രണ്ടാമത്തെ ഹൗസ് റിജക്റ്റ് ചെയ്തെങ്കിൽ അത് ഡെഡ് ലോക്കാണ്. രണ്ടാമത്തത് ഈ പറയുന്ന രണ്ട് ഹൗസസും പാസ്സാക്കി, പക്ഷേ രണ്ടാമത്തെ ഹൗസ് പാസ്സാക്കിയത് ഒരു അമെൻമെൻറ്റ്, അതായത് തിരുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ തിരുത്ത് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല, ഫസ്റ്റ് ഹൗസിന് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയാണെങ്കിലും എന്താണ്, ഡെഡ് ലോക്കാണ്. മൂന്നാമത്തത് രണ്ട് ഹൗസും എന്താ പറയുക, ബില്ല് പാസ്സാക്കിയാൽ പ്രസിഡൻറ്റിന് അസെൻറ്റിന് വേണ്ടി കൈമാറാം. ആ അസെൻറ്റ് കൊടുക്കാനുള്ള റൈറ്റ് പ്രസിഡൻറ്റിനുണ്ട്. അതേസമയം എന്തെങ്കിലും സഫീഷ്യൻറ്റ് ഗ്രൗണ്ടിൽ ഇത് ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ റീകൺസിഡർ ചെയ്യാൻ പറയാനും ആർക്ക് അധികാരമുണ്ട്, ഈ പറയുന്ന പ്രസിഡൻറ്റിന് അധികാരമുണ്ട്. എന്തെങ്കിലും ഫർദർ ഇൻഫർമേഷൻ, ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഇൻഫർമേഷൻ വേണമെങ്കിൽ അത് ചോദിക്കാനുള്ള റൈറ്റും ആർക്കുണ്ട്, പ്രസിഡൻറ്റിനുണ്ട്. ഇതാണ് ഈ പറയുന്ന പ്രോസസ് ഓഫ് മേക്കിംഗ് ലോ. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താണ്, കുറച്ച് ഒരു പാരഗ്രാഫ് മാത്രം കഷ്ടിയുള്ളൂ. പക്ഷെ ആ ഒരു ടോപ്പിക് അവിടെ കൊടുത്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ഏത് തരത്തിൽ അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. നിങ്ങൾ ഈ പറയുന്ന ഫോർമൽ പ്രോസസ്സ് അറിഞ്ഞില്ലെങ്കിൽ പോലും ഈ ഒരു ഡയഗ്രാം പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഡയഗ്രാം പഠിക്കാൻ സിമ്പിളല്ലേ? ഓക്കെ, നിങ്ങളീ പറയുന്ന പിക്ചറൊന്നും വരയ്ക്കണ്ട, ജസ്റ്റ് ആ ആരോ ഇട്ട് ടോപ്പിക് ഫോർ ലോ നോക്കട്ടെ, ഞാൻ കാണിച്ചു തരാൻ പറ്റുമോ. ഇങ്ങനെ എഴുതുക, ടോപ്പിക്, ഞാൻ എഴുതി വരുമ്പോൾ നാളെയോ. ഓക്കെ, സോ ടോപ്പിക് ഫോർ ലോ. അത് കഴിഞ്ഞിട്ട് ഒരു ആരോ ഇടുക, ഗവൺമെൻറ് ഫോംസ് റിസർച്ച് കമ്മിറ്റി, ആരോ ഇടുക, RC ഡസ് ഇൻറ്റൻസീവ് റിസർച്ച്. അങ്ങനെ ആരോ ഇട്ട് പിക്ചറൊന്നും വേണമെന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായാൽ മതിയല്ലോ. ഇങ്ങനെയൊക്കെയാണ് നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റിലേക്ക് പോവാം. ഓക്കെ, കണ്ടോ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 4 എത്ര വരെയുണ്ടത്, 6 വരെ ഇടും. ഇത് വായിച്ചാൽ എന്ത് മനസ്സിലാവും നമുക്ക് നോക്കാം എന്തായാലും.
When a law is proposed in parliament, it is called a bill. അത് പാർലമെൻറ്റിൽ വരുമ്പോൾ എന്തായിരിക്കും ഞാൻ പറഞ്ഞത്, ബില്ല്. ആക്ട് പാസ്സായെങ്കിൽ മാത്രമേ നമ്മളതിന് ഈ പറയുന്ന ബില്ല് പാസ്സായെങ്കിൽ മാത്രമേ നമ്മൾ അതിന് ആക്ട് എന്ന് വിളിക്കുകയുള്ളൂ. പാസ്സാകുന്നതിന് തൊട്ട് മുമ്പ് വരെ ഇത് എന്താണ്, ബില്ലാണ്. ഓക്കെ, ഇത് ഓർത്ത് വയ്ക്കുക. ആഫ്റ്റർ ഡിസ്കഷൻ ആൻഡ് ഡിബേറ്റ്, അതായത് ഡിസ്കസ് ചെയ്തും എന്തെങ്കിലും ഒപ്പോസിഷൻ ഉണ്ടെങ്കിൽ വോട്ട് ചെയ്യുക, പിന്നെന്താണ് ഡിബേറ്റ്, സംവാദം. ഇത് ശരിയല്ല, അപ്പം ഇയാൾ പറയും ഇത് അങ്ങനെയല്ല, ഇതിങ്ങനെയാണ്, അപ്പം എന്നാൽ പിന്നെ ഇതെന്താ ഇങ്ങനെ ആകാത്തത്. അപ്പം അങ്ങനെ ഡിബേറ്റ് നടത്തും, ഡിസ്കഷൻ ചെയ്യും. ദ ലോ ഈസ് പാസ്ഡ്, അവസാനം വരെ അത് പാസ്സാക്കാം. ഇൻ ലോക്സഭ, എവിടെയാണ് പാസ്സാക്കുന്നത്, ലോക്സഭ. ദെയർ ആഫ്റ്റർ ഇറ്റ് ഓൾ ഹാസ് ടു ബി പാസ്ഡ് ഇൻ രാജ്യസഭ. ലോക്സഭയിൽ പാസ്സായ പോരാ, എവിടെയും പാസ്സാവണം, രാജ്യസഭയിലും പാസ്സാവണം. ഇറ്റ് ദെൻ ഹാസ് ടു ഒബ്റ്റെയിൻ ദ അസെൻറ്റ് ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി ആരുടെ ഇതുകൂടെ വേണം, അസെൻറ്റും കൂടെ വേണം, പ്രസിഡൻറ്റിൻ്റെ അസെൻറ്റും കൂടെ വേണം. ഫൈനലി ദ ലോ വിൽ ബി നോട്ടിഫൈഡ് ബൈ ദ ഗവൺമെൻറ് ഇൻ ദ പബ്ലിക്കേഷൻ കോൾഡ് ദ ഒഫീഷ്യൽ ഗസറ്റ്. ഒഫീഷ്യൽ ഗസറ്റിൽ കാണിക്കുകയും വേണം. The law will become applicable from the date mentioned in notification as the effective date once it is notified and effective. അപ്പം ലോ വിൽ ബിക്കം ആപ്ലിക്കബിൾ. ഞാൻ പറഞ്ഞു നമ്മുടെ ഈ CRPC IPC എന്ന് പറഞ്ഞ നിയമം എടുത്ത് കളഞ്ഞിട്ട് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു. ആ നിയമങ്ങൾ ഏതാണെന്ന് ഞാൻ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അപ്പം പറഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ പറയുന്നു. ഓക്കെ, നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഏതൊക്കെയാണ് പുതിയതായിട്ട് കൊണ്ടുവന്ന 2 നിയമങ്ങൾ. CRPCക്കും CPCക്കും അത് റിപ്ലേസ് ചെയ്ത് 2 നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യാം. അതൊക്കെ അറിഞ്ഞിരിക്കണം. ബിക്കോസ് ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. നിങ്ങൾ വഴിയെ കൂടെ പോയി അല്ലെ ഹെൽമെറ്റ് വയ്ക്കാതെ പോയിട്ട് സാർ എനിക്ക് ഈ നിയമം അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ അതിനുള്ള പെനാലിറ്റിയും കൂടി അടിച്ചു തരും. കാരണം ഈ നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കുമ്പോഴത്തേക്കും ഇന്ത്യയിലെ നിയമങ്ങൾ അറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞത് ഒരു സിറ്റിസൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഒരിക്കലും നമുക്ക് കോടതിയിൽ പോയി ഈ നിയമം എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. സോ ബേസിക് ആയിട്ടുള്ള നിയമങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, സോ അത് ഈ പറയുന്ന പോലെ എഫക്റ്റീവ് ആവുന്ന ഒരു ദിവസമുണ്ട്. എന്നാണത്? ജൂലൈ 1 എഫക്റ്റീവ് ആവുന്നത്. ഓക്കെ, നോട്ടിഫിക്കേഷൻ ചിലപ്പോൾ വേറെ, നോട്ടിഫൈ ചെയ്ത ദിവസം വേറെ ആയിരിക്കും, എഫക്റ്റീവ് ചെയ്ത ദിവസം വേറെ ആയിരിക്കും. പക്ഷെ ചിലപ്പം രണ്ടും ഒരേ ദിവസമായിരിക്കും. ഓക്കെ, പാസ്സാക്കിയ ദിവസവും എഫക്റ്റീവ് ആയ ദിവസവും ഒരേ ഡേറ്റ് വരാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടും വേറെ വേറെ ദിവസവും വരാം. ഇറ്റ് ഈസ് കോൾഡ് ആൻ ആക്ട് ഓഫ് പാർലമെൻറ്റ്. അങ്ങനെ പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു ആക്ടിന് ആക്ട് ഓഫ് പാർലമെൻറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രോസസ് ഓഫ് ലോയിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ജസ്റ്റ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. ഫസ്റ്റ് ബ്രീഫായിട്ട് പറയണോ, രണ്ടും പറയാം. ഓക്കെ, ഫസ്റ്റ് ഇതിൽ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞെന്തുവാ, ഫസ്റ്റ് നിങ്ങൾ പാർലമെൻറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും, എന്നിട്ട് ഡിസ്കഷനും ഡിബേറ്റും എല്ലാം ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് അത് എന്ത് ചെയ്യും, ഈ പറയുന്ന രാജ്യസഭയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അവിടെയും ഈ സെയിം പ്രൊസീജിയർ, ഡിസ്കഷനും ഡിബേറ്റിന് ശേഷം അത് എന്ത് ചെയ്യും, പാസ് ചെയ്യും. പാസ്സായ ഈ പറയുന്ന ബില്ല് പ്രസിഡൻറ്റിൻ്റെ അസെൻറ്റിന് വേണ്ടി കൊടുക്കും. അവസാനം ബില്ല് പാസ്സായെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആക്ട് എന്ന് വിളിക്കുന്നു. അത് ഈ പറയുന്ന ഒഫീഷ്യൽ ഗസറ്റ് ഓഫ് ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്യണം. ദ ലോ വിൽ ബിക്കം ആപ്ലിക്കബിൾ ഫ്രം ദ ഡേറ്റ് മെൻഷൻഡ് ഇൻ ദ നോട്ടിഫിക്കേഷൻ. ആ ഒഫീഷ്യൽ ഗസറ്റിൽ പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് എഫക്റ്റീവ് ഡേറ്റ് എന്നുള്ളത്. ആ ദിവസം തൊട്ട് ആയിരിക്കും അത് നിലവിൽ വരുന്നത്. വൺസ് ഇറ്റ് ഈസ് നോട്ടിഫൈഡ് ആൻഡ് എഫക്റ്റീവ് ഇറ്റ് ഈസ് കോൾഡ്, അങ്ങനെ എഫക്റ്റീവും നോട്ടിഫിക്കേഷനും വന്നിട്ടുള്ള ആക്ടിനെ നമ്മൾ ആക്ട് ഓഫ് പാർലമെൻ്റ് എന്ന് വിളിക്കുന്നു. മറ്റേത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആദ്യം ഒരു ലോ ടോപ്പിക് എടുക്കുക, റിസർച്ച് കമ്മിറ്റി ഫോം ചെയ്യുന്നു, മൂന്നാമത് അതിൽ അവർ റിസർച്ച് ചെയ്യുന്നു, പിന്നീട് റെക്കമെൻഡേഷൻ കൊടുക്കുന്നു. ആർക്കാണ് റെക്കമെൻഡേഷൻ കൊടുക്കുന്നത്? മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്. പിന്നീട് അവർ അതൊരു ഡ്രാഫ്റ്റ് ആക്കി പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻസിനും സജഷൻസിനും വേണ്ടി വയ്ക്കുന്നു. അങ്ങനെ അത് പിന്നീട് പാർലമെൻറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പാർലമെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അത് പാസ്സാക്കിയാൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് മാറുന്നു. അവരും അത് പാസ്സാക്കുകയാണെങ്കിൽ പ്രസിഡൻറ്റിൻ്റെ അസെൻറ്റിനും ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതിനും വേണ്ടി കൈമാറുന്നു.
വിത്തിൻ 70 ഡേയ്സ് എന്ത് ചെയ്യണം, ഈ പ്രസിഡൻറ്റിൻ്റെ അസെൻറ്റും ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിക്കേഷനും ചെയ്തിരിക്കണം. അങ്ങനെ ഇത്രയും ചെയ്ത് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഒരു ആക്ട് വരുന്നത്. എഫക്റ്റീവ് ഡേറ്റും നോട്ടിഫിക്കേഷൻ ഡേറ്റും എന്തിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടാവും, ഈ കൊടുക്കുന്ന ഒഫീഷ്യൽ ഗസറ്റിലുള്ള നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ടാവും. സോ പ്രോസസ് ഓഫ് ലോ ഇത്രയേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. എക്സാമിന് ഞാൻ പറഞ്ഞു ഏതൊക്കെ രീതിയിലാണ് അവർ ചോദിക്കാൻ പോകണമെന്ന് ഒരു പിടിയില്ല. സോ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും പഠിച്ച കാര്യങ്ങൾ ഒരു ലൈൻ ആണെങ്കിൽ പോലും അത് എഴുതണം. ഓക്കെ, സോ ഇന്നെടുത്ത ടോപ്പിക്ക് എല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. കുറേ പേരൊന്നും പഠിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. ബിക്കോസ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാവരും പറയുന്നത് ഈസിയാണ്. ഞാൻ ഒരിക്കലും അറിയില്ല ഈസിയാണ്, കുറച്ച് പാടാണ്. കാരണം അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാവരും പാസ്സാവില്ലേ. സോ പക്ഷെ പാസ്സാകാൻ പറ്റാത്ത ഒരു കോഴ്സും ഇല്ല, അങ്ങനെ കിട്ടുന്നവരും ഉണ്ട്. സോ നമ്മളുടെ ഹാർഡ് വർക്കും നമ്മുടെ സ്മാർട്ട് വർക്കും നമ്മുടെ ഡെഡിക്കേഷനും നമ്മുടെ കൺസിസ്റ്റൻസിയൊക്കെ ബേസ് ചെയ്തിട്ടാണ് എല്ലാം ഉള്ളത്. ചിലർ പറയുന്നത് ലക്കാണ്. ലക്ക് ഒരു ഫാക്ടറാണ്, ബട്ട് സ്റ്റിൽ അതിൽ നമ്മൾ പറയില്ലേ 99% നമ്മുടെ ഹാർഡ് വർക്കും നമ്മുടെ കൺസിസ്റ്റൻസിയും കാര്യങ്ങളും നമ്മുടെ ഡിസിപ്ലിനും ഒക്കെയാണ്. 1% അല്ലെങ്കിൽ 1% കുറവ് മാത്രമാണ് ഈ ലക്ക് എന്ന് പറയുന്നത്. നിങ്ങളൊന്നും പഠിക്കാതെ പരീക്ഷയ്ക്ക് പോയിട്ട് ലക്ക് ജയിപ്പിച്ചോളാം പേപ്പറിൽ എന്തെങ്കിലും എഴുതി വെച്ചാലേ നിങ്ങൾക്ക് ലക്ക് കൊണ്ട് ജയിക്കാൻ പറ്റുള്ളൂ. സോ അതെല്ലാം നിങ്ങൾ ആലോചിക്കുക. സോ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു മൊമെൻറ്റ്, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആ ഒരു മൊമെൻറ്റിൽ തന്നെ നിങ്ങൾ പഠിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാം. നിങ്ങൾക്ക് ടൈം ടേബിൾ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റുന്നില്ല, എന്ത് കാര്യവും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. എന്താ പറയുക, ജസ്റ്റ് കമൻ്റായിട്ട് ഞാൻ ഇട്ടാലും മതി, ഞാനതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു.